ഹലോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഇതാ ഞാനെൻ്റെ കോഴികളെല്ലാം തുറന്നിളക്കിയിട്ടില്ലതേ, അവരിങ്ങനെ പുല്ലെല്ലാം കൊത്തി കൊത്തി നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാടൻ കോഴികളെ ആയാലും ഇനി ഏതെങ്കിലും കോഴികളെ ആയാലും നമുക്ക് എങ്ങനെയാണ് ഏറ്റവും ചിലവ് കുറച്ച് വളർത്താൻ കഴിയുക എന്നുള്ളതാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ നാടൻ കോഴി വളർത്തൽ. നാടൻ കോഴി മാത്രമല്ല, മുട്ടക്കോഴികളെ നമുക്ക് ഇതുപോലെ ചിലവ് കുറച്ച് വളർത്തിയിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. വീട്ടിലെ പണിത്തിരക്കെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന കുറച്ച് സമയം മതി നമുക്ക് ഈ കോഴി വളർത്തൽ ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നാടൻ കോഴിക്കായാലും നാടൻ മുട്ടക്കായാലും നാട്ടിൽ നല്ല ഡിമാൻഡാണ്. കുറച്ച് മുട്ടക്കോഴികളെ മാത്രം വീട്ടിൽ വളർത്തി അല്ലെങ്കിൽ നാടൻ കോഴികളെ മാത്രം വീട്ടിലേക്ക് വളർത്തിയെടുത്ത് നമുക്ക് ആവശ്യമുള്ള മുട്ട വീട്ടിലേക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി മുട്ട പുറത്തേക്ക് ഇതുപോലെ കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വരുമാനം കിട്ടുമേ. എനിക്കിപ്പോൾ ഇല്ലതെന്ന് പറഞ്ഞത് കുറച്ച് നാടൻ കോഴി ക്രോസുകളും അതുപോലെ തന്നെ നല്ല നാടൻ കോഴികളുമാണ്. അതിൽ നല്ല നാടൻ കോഴിയുടെ മുട്ട ഞാൻ വിരിയിക്കാൻ എടുക്കുകയും അതുപോലെ തന്നെ ക്രോസ് കോഴിയുടെ മുട്ട ഞാൻ പുറത്തേക്ക് വിൽക്കുകയെന്ന് ചെയ്യലേ. വീട്ടിലെ ആവശ്യത്തിനും കൂടി എടുത്തിട്ട് പുറത്തേക്ക് വിൽക്കുക ചെയ്യൽ. കുഞ്ഞുങ്ങൾ ഇതുപോലെ വിരിയിച്ചിറക്കി കഴിഞ്ഞാൽ നമുക്ക് ഡേ ഓൾഡ് മുതൽ ഓരോ മാസത്തിന് കണക്കിൽ കുഞ്ഞുങ്ങളെ വെക്കുമ്പോൾ അതിന് കണക്കായ പൈസ നമുക്ക് കിട്ടും. അങ്ങനെയും നമുക്കൊരു വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. ഇനി ഞാൻ എങ്ങനെയാണ് ഇവരെ ചിലവ് കുറച്ച് വളർത്തിയെടുക്കുന്നില്ലതിനെ കുറിച്ച് പറയാം. ഞാൻ എൻ്റെ കോഴികളെ ഏറ്റവും ചിലവ് കുറച്ചാണ് വളർത്തുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരെ തുറന്നു വിട്ട് വളർത്തുന്നതാണ്. രാവിലെ ഒരു നേരത്തെ തീറ്റ ഞാൻ ഇവർക്ക് പ്രധാനമായിട്ട് കൊടുക്കൽ. അതിനുശേഷം ഞാൻ ഇവർ ഇതുപോലെ തുറന്നു വിട്ട് വളർത്തുന്നതാണ്. അവർ ഇതുപോലെ പുല്ലോ അതിൻ്റെ അടിയിൽ നിന്നെല്ലാം കിട്ടുന്ന ചെറിയ ചെറിയ പ്രാണികൾ, മണ്ണിര അങ്ങനെയെല്ലാം തിന്നിട്ട് തന്നെയാണ് ഇവർ വളർന്നു വരുന്നത്. രാവിലത്തെ ഒരു നേരത്തെ തീറ്റ കൊടുക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ തവിട്, തലേനാളത്തെ ചോറ് വേസ്റ്റ് വരുന്നത് അതിൻ്റെ അകത്തേക്ക് ഈ തവിട് നെല്ലൂത്തിയ തവിടോ അല്ലെങ്കിൽ അവിലിൻ്റെ തവിടോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാൽസ്യത്തിന് വേണ്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പൊടിയെല്ലാം ചേർത്തിട്ട് അങ്ങനെയാണ് ഞാൻ തീറ്റ കൊടുക്കൽ. കാൽസ്യത്തിന് വേണ്ടി വീട്ടിൽ തന്നെ പൊടിക്കുന്ന പൊടി എന്ന് പറയുമ്പോൾ മുട്ടയുടെ തോട് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കൽ പ്രധാനമായിട്ട്. എന്നിട്ട് അതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പിടി വരെ മുട്ടത്തീറ്റ. അത് ഇത്രയും കോഴികൾക്ക് ഞാൻ ഒരു പിടി മാത്രമേ ഇട്ട് കൊടുക്കില്ല, ഒരുപാടൊന്നും ഇടലില്ല, കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കലുള്ളൂ. പ്രധാനമായിട്ടും ഞാൻ ഇവരെ തീറ്റ ചിലവ് കുറക്കാൻ വേണ്ടി ഉൾപ്പെടുത്തുന്ന സാധനം എന്ന് പറയുന്നത് ഈ തവിടും അതുപോലെ തലേനാളത്തെ ചോറും പുല്ല്, ഇല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. ഇന്നത് കൂടാണ്ട് തേങ്ങാപ്പിണ്ണാക്കും ഇടയ്ക്കെല്ലാം ഞാൻ ഇവർ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കലുണ്ട്. ഡെയിലി കൊടുക്കൂല, ഇടയ്ക്കപ്പെങ്കിലായിട്ടേ കൊടുക്കാറുള്ളൂ. നമുക്കിപ്പോൾ ഈ കോഴി വളർത്തൽ ലാഭമാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ഈ കോഴികളെ പുറത്തേക്ക് തുറന്നിട്ട് തന്നെ വളർത്താൻ ശ്രമിക്കണം. അതുപോലെ തന്നെ തീറ്റയുടെ ചിലവ് ഇതുപോലെ പരമാവധി മെനക്കെട്ട് തന്നെ കുറക്കാൻ ശ്രമിക്കണം. കഴിക്കാൻ പറ്റുന്ന ഇലകളെല്ലാം പറിച്ചു കൊണ്ടുവന്നിട്ടും അതുപോലെ തന്നെ പരമാവധി നമുക്ക് എന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുത്തിട്ട് നമുക്ക് പീടിയ തീറ്റ കൊടുക്കുന്നതിന് കുറേയധികം കുറച്ചെടുത്താൽ തന്നെ നമുക്ക് ഈ കോഴി വളർത്തൽ ലാഭമാക്കി എടുക്കാൻ കഴിയും. അല്ലാതെ ഈ ഇടയ്ക്കിടയ്ക്ക് വില കൂടി വരുന്ന ഈ കോഴിത്തീറ്റ തന്നെ വാങ്ങിക്കൊടുത്തിട്ട് കോഴി വളർത്തൽ ലാഭമാവുന്നില്ല എന്ന് പറയുന്നതാണെങ്കിൽ നമ്മൾ ഈ കോഴി വളർത്തൽ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഒരിക്കലും ഒരു ലാഭം പ്രതീക്ഷിച്ച് മാത്രമായിരിക്കരുത് കോഴി വളർത്തുന്നത്. അവരോടുള്ള സ്നേഹവും ഇഷ്ടവും അങ്ങനെ എല്ലാം കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് ഈ കോഴി വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഇവരെ എങ്ങനെയെല്ലാം തീറ്റ ചിലവ് കുറച്ചിട്ട് സംരക്ഷിക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം നമ്മൾ സംരക്ഷിച്ചെടുക്കാൻ ശ്രമിക്കൂലൂ. ഇപ്പോൾ കുഞ്ഞു കോഴികളെ വളർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പുറത്തൊന്നും അയച്ചു വിട്ട് വളർത്താൻ കഴിയില്ല. ചെറിയ കാക്കപ്രായും കീരി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടി കാവലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ചിലവ് കുറച്ച് വളർത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് വളർത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടർ വാങ്ങിച്ചിട്ട് കുറച്ച് ഒരു 1-2 ആഴ്ച സ്ഥിരമായ സ്റ്റാർട്ടർ തന്നെ കൊടുക്കും. അതിനുശേഷം സ്റ്റാർട്ടറിനകത്തോട്ടേക്ക് ഗോതമ്പ്, ആട്ടപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ പച്ചരി അല്ല ഏതരിയായാലും അത് നല്ലോണം നുറുക്കിയിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തീറ്റ കൊടുക്കൽ. അതന്നെ ഫുൾ ടൈം അങ്ങനെ ഇട്ട് കൊടുക്കാൻ നിൽക്കലില്ല. അതിൻ്റെ ഇടയ്ക്ക് ഭാഗത്തെല്ലാമായിട്ട് ഞാൻ ഈ സോൾജിയർ പുഴുക്കളെ ഉണ്ടാക്കലുണ്ട് ടാങ്കിൻ്റെ അകത്ത്. അപ്പോൾ അതും കൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കലുണ്ട്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് പുഴുക്കളെ കൊടുക്കാൻ കഴിയുന്നത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. അവരെ നല്ലൊരു വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു തീറ്റയാണ് ഈ BSF ലാർവേനെ കൊടുക്കാൻ കഴിയുന്നത്. വലിയൊരു സമയനഷ്ടമോ മെനക്കേടോ പൈസ ചിലവോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ആക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് BSF ലാർവ എന്ന് പറയുന്നത്. പുഴുക്കളെ കൂടാണ്ട് ചെതലെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും നല്ലൊരു തീറ്റയാണ് കേട്ടോ. ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പ്രോട്ടീൻ തീറ്റയാണ്. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ വളർന്നു വരാൻ ഈ തീറ്റയെല്ലാം കൊടുക്കുന്നത് സഹായിക്കും. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പോൾ തുടക്കത്തിലേ തന്നെ ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലായാലും തീറ്റയിലായാലും പച്ചമരുന്നുകൾ ചേർക്കാൻ ശ്രമിക്കും. ഒരുവിധം രോഗത്തിൽ നിന്നെല്ലാം നമുക്ക് ഈ പച്ചമരുന്ന് കൊടുക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ സഹായിക്കും. പിന്നീട് വരുന്ന വലിയ വലിയ രോഗങ്ങളൊന്നും അവരെ വലിയ രീതിയിൽ ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ ഇതുപോലെ എന്തെങ്കിലും പച്ചമരുന്നെല്ലാം ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പച്ചമരുന്ന് എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ ചേർക്കുന്നത് നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ കിട്ടുന്ന തുളസി, പനിക്കൂർക്ക ഇല, ആര്യവേപ്പിൻ്റെ ഇല, പച്ചമഞ്ഞൾ, വെറ്റില അങ്ങനെയുള്ള എന്തെങ്കിലും ഇലകളല്ലേ ആയിരിക്കും.
അതുകൂടാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് മേടിക്കുന്ന ഉള്ളി, ഇഞ്ചി അതിൻ്റെ എല്ലാം നീരെല്ലാം ചതച്ചെടുത്തിട്ടാലും ഞാൻ തീറ്റയിലും വെള്ളത്തിലും മിക്സ് ചെയ്ത് കൊടുക്കലുണ്ട്. കുഞ്ഞു കോഴികളുണ്ടാവും മുതലേ ഇങ്ങനെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വലുതാകുമ്പോഴത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളൊന്നും ബാധിക്കൂല. ചെറുതിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി എന്നല്ല അതിനർത്ഥം, സ്ഥിരമായിട്ട് ചെയ്തു കൊടുക്കണം എന്നാണ്. സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് 2 ദിവസം ആയിട്ട് ഇടവിട്ട് നമുക്കിങ്ങനെ വെള്ളം വെച്ച് കൊടുക്കുന്നതിലും നല്ലതാണ്. കോഴികൾ ഇനി എത്ര വലുതായാലും എത്ര ചെറുതായാലും. പിന്നെ പറയുന്നത് കാൽസ്യം പൊടിനെ കുറിച്ചാണ്. കാൽസ്യം പൊടി ഇതുപോലെ മുട്ടയുടെ തോടെടുത്ത് വെച്ചിട്ട് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ കഴിയും. ഇത് ഞാൻ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന മുട്ടേൻ്റെ എല്ലാം തോട് ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നതാണ്. ഇതിപ്പോൾ ഒരുപാട് കാലത്തേക്കുള്ള മുട്ടയുടെ തോടുണ്ട്. അന്നൊന്നും ഉപയോഗിക്കുന്നത് 1 ആയാലും 2 ആയാലും കഴുകിയിട്ട് അന്നേരം തന്നെ ഞാൻ ജനലിൻ്റെ അടുത്ത് തന്നെ കമ്മിച്ച് വെക്കും. ആടുന്ന് പിന്നെ എല്ലാം കൂടെ ഇതുപോലെ വെള്ളം ആറിക്കഴിഞ്ഞാൽ സഞ്ചിയിലിട്ട് വെക്കും. അതിൻ്റെ എല്ലാം കൂടെ ലാസ്റ്റ് പൊടിക്കുന്ന സമയത്ത് ഒരു ദിവസം നല്ലോണം വെയിൽ രാവിലെ മുതലേ കൊള്ളിച്ചതിന് ശേഷം വൈകുന്നേരം എടുത്ത് പൊടിച്ച് വെക്കും. നല്ല ചൂടോടെ തന്നെ പൊടിക്കും. ഇതിപ്പോൾ ഇതാണ്ട ഞാൻ അരസഞ്ചിയോളം ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിത് പൊടിച്ചിട്ട് വെക്കണം. കാരണം ഇതിന് മുന്നേ ഉണ്ടാക്കി വെച്ച പൊടിയെല്ലാം ഇപ്പോൾ ഏകദേശം തീരാനാവുമെന്ന്. അപ്പോൾ ഇത് ഉണക്കിയിട്ട് പൊടിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് ഉണ്ടായതൊന്നും അല്ല. ഇതൊരു 3-4 മാസത്തെല്ലാം ഉപയോഗിച്ച മുട്ടത്തോടാണ് കേട്ടോ. ഇനി ഇങ്ങനെ മുട്ടത്തോട് കിട്ടാൻ ബുദ്ധിമുട്ടില്ലവർക്ക് തട്ടുകടയിലെല്ലാം പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും തരും. അവർക്ക് വെറുതെ ഉപയോഗിച്ചതിന് ശേഷം ചാടുന്ന സാധനമല്ലേ, അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും തരും. കുറച്ച് മെനക്കെട്ടണമെന്നേ ഇല്ലു നമ്മൾ ഈ കോഴികൾക്ക് വേണ്ടിയിട്ട്. നമുക്ക് തന്നെ വീട്ടിൽ ചിലവ് കുറച്ചിട്ട് അവരെ മരുന്നായാലും തീറ്റയായാലും എന്തും തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. കാൽസ്യം പൊടി പോലെ തന്നെ കാൽസ്യം കണ്ടൻറ്റ് വിറ്റാമിൻസ് എല്ലാം അടങ്ങിയ ഇലകളെല്ലാം ഉണ്ട്. അതെല്ലാം പരമാവധി കോഴികൾക്ക് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് വേണ്ടിയുള്ള സപ്ലിമെൻറ്റ്സിന് വേണ്ടി ചിലവാക്കുന്ന പൈസ നമുക്ക് ലാഭിച്ചെടുക്കാൻ കഴിയും. എനിക്ക് കുറച്ച് ഗ്രാമശ്രീ കോഴികളാണ് ഉണ്ടായിട്ടുണ്ടായത് ആദ്യം. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ച് മുട്ട വിറ്റിട്ടാണ് എനിക്ക് ആദ്യത്തെ കുറച്ച് വരുമാനം കിട്ടിയിട്ടുണ്ടായത്. ഈ മുട്ടക്കോഴികൾ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിച്ചെറുക്കാത്തതുകൊണ്ട് അവരെ കുഞ്ഞുങ്ങളെയൊന്നും ഞാൻ വിരിച്ചിറക്കിയിട്ടുണ്ടായിട്ടില്ല. അന്നേരം എനിക്ക് നാടൻ കോഴികൾ ഉണ്ടായിട്ടില്ല. മുട്ടക്കോഴികൾ മാത്രമായതുകൊണ്ട് മുട്ടയിൽ നിന്ന് മാത്രമാണ് എനിക്ക് അന്നേരം ഒരു വരുമാനം ഉണ്ടായത്. അതും ഞാൻ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്കിലെ തീറ്റകളെല്ലാം ഞാൻ അതിന് കൊടുത്തിട്ടുണ്ടായത്. മുട്ടക്കോഴികളെ വളർത്തുമ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ നാടൻ കോഴികളും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വിരിച്ചെറുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി അതിനകത്ത് ഉണ്ടാവുകയാണ്. അങ്ങനെ വളർത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ക്രോസ് ബ്രീഡൊന്നും ആവാണ്ട് വേറെ തന്നെ ആക്കി വളർത്താൻ ശ്രമിക്കണം. ഞാനിപ്പോൾ ഇവർ ചെറിയ കോഴികളായതുകൊണ്ടാണ് ഈ നാടൻ കോഴികളുടെ കൂട്ടത്തിൽ അങ്ങനെ ഇളക്കി വിട്ടിട്ടുള്ളത്. ക്രോസ് ബ്രീഡൊന്നും കയറാത്ത നല്ല നാടൻ കോഴി കുഞ്ഞുങ്ങളെ കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അടുത്ത് പിന്നെയും ആൾക്കാർ കോഴികളെ അന്വേഷിച്ചെല്ലാം വരുള്ളൂ. നാടൻ കോഴികളെ മാത്രം വളർത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട മാത്രം കൊടുത്തിട്ട് അവരുടെ നിന്ന് വലിയൊരു വരുമാനം നമുക്ക് എന്തായാലും ഉണ്ടാവില്ല. നാടൻ കോഴികൾ മുട്ടക്കോഴികളെ അപേക്ഷിച്ച് അത്രയും മുട്ടയിടില്ല, അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ. എന്നാലും കൂടി മുട്ടക്കോഴികളുടെ മുട്ടക്ക് നമുക്കൊരു 10 രൂപയെല്ലാം മേടിക്കുന്ന സമയം നാടൻ കോഴികളുടെ കൊത്തുമുട്ടക്കെല്ലാം നല്ല റേറ്റിന് തന്നെ നമുക്ക് വിൽക്കാൻ കഴിയും. അപ്പം ഞാൻ ചിലവ് കുറച്ച് കോഴികളെ വളർത്തുന്ന ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ വിൽപ്പന എങ്ങനെയാണ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഉപകാരപ്രദമായും തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.